Question number 12. If integral 0 to a 1 by 1 plus 4x square dx equal to pi by 8, then the value of a. അതായത് ഇതിൻ്റെ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്ന പൈ ബൈ 8 ആണെങ്കിൽ ഈ അപ്പർ ലിമിറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റഗ്രൽ 0 ടു എ 1 by 4x സ്ക്വയർ 1 plus 4x സ്ക്വയർ ഡി എക്സ് എന്ന് പറയുമ്പോൾ പൈ ബൈ 8 ആണ്. അപ്പോൾ ഐ എന്ന് പറയുന്നതിന് എടുത്തിട്ട് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആക്കി. അപ്പോൾ 4 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 1/4 ഇൻറ്റു 1/4 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് പഠിച്ചിട്ടുള്ള 1/a² പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. തിരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയാലും ഓക്കെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? 1/a tan ഇൻവേഴ്സ് x/a. അപ്പോൾ 1/4 കോമൺ ആയിട്ട് എടുക്കുന്നു. പിന്നെ എയുടെ സ്ഥാനത്ത് 1/2 വരും. എക്സ് ആയിട്ട് തന്നെ കിടക്കുവാണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 1/4 ഇൻറ്റു 1/a എന്ന് പറയുന്നത് 1/2 ആണ്, ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x/1/2. ഈ 2 അങ്ങ് ന്യൂമറേറ്ററിൽ പോകും. അപ്പം 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 2x 0 ടു എ ലിമിറ്റ് ഈക്വൽ ടു പൈ ബൈ 8 എന്ന് വരും. 2 കൊണ്ട് വന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ 8 എന്ന് പറയുന്നത് പൈ ബൈ 4 ആയിട്ട് മാറും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2a എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് 1 ആണ് എന്ത്? പൈ ബൈ 4. അപ്പോൾ 2a പ്ലേസിൽ 1, a ഈക്വൽ ടു 1/2. Question number 13. If fx equal to set greatest integer function x belongs to R is the greatest integer function, then the correct statement is. അപ്പോൾ നമുക്കറിയാം റിയൽ നമ്പേഴ്സിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസും അല്ല ഡിഫറൻഷ്യബിളും ആവില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എഫ് ഈസ് നൈദർ കണ്ടിന്യൂസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 2. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് ബൈ 2/x ലോഗ് എക്സ് മൈനസ് വൈ ഈസ്. അതായത് ഇതിനകത്തുള്ള ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഫോമിൽ എഴുതണം. അതിൻ്റെ ഫോം എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ ഫോം dy/dx പ്ലസ് px ഓഫ് y ഈക്വൽ ടു qx. ഈ ഫോമിലായിരിക്കും ആ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ലീനിയർ ഇക്വേഷൻ്റെ ഫോം നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ ഇവിടെ dx/dy ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ dy/dx വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ 2 ടേമും ഡിനോമിനേറ്ററിൽ 1 ടേം, നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ dy/dx ഈക്വൽ ടു 2/x² മൈനസ് y/x log x. നമ്മളുടെ ഫോം ഇങ്ങനെയാണ്. അപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ dy/dx പ്ലസ് y/x log x ഈക്വൽ ടു 2/x² എന്ന് വരും. ഇവിടെ p എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യൻ്റ് ആണ്, അതായത് 1/x log x ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? e റൈസ് ടു ഇൻ്റഗ്രൽ pdx. അപ്പോൾ pdx എന്ന് പറയുന്നത് 1/x log x dx ആണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ആൻസർ കിട്ടുന്നത് log x പ്ലസ് c എന്ന് വരും. അപ്പോൾ ഇ റൈസ് ടു ഇൻ്റഗ്രൽ 1/x log x എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു log x എന്ന് വരും. നമുക്ക് അറിയാം ഇ റൈസ് ടു log x എന്ന് പറയുന്നത് x ആണ്. അങ്ങനെ ആണെങ്കിൽ ഇ റൈസ് ടു log x എങ്ങനെ എഴുതാം? log x എന്ന് എഴുതാം. അപ്പോൾ ആൻസർ log x. Question number 15. Let vector A is a position vector whose tip is the point coordinate 2 - 3. If vector AB equal to vector A, where coordinates of A are -4, 5, then the coordinates of B are. ലൈൻ്റെ ഇക്വേഷൻ കാണുന്ന എ ബി എന്ന് പറയുന്ന ലൈൻ്റെ വെക്ടർ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പം വെക്ടർ എ ബി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അതെന്ന് പറയുന്നത് വെക്ടർ എ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം പൊസിഷൻ വെക്ടർ ഓഫ് ബി കണ്ടുപിടിക്കുന്നത് വെക്ടർ എ പ്ലസ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് എഴുതും. അപ്പോൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടല്ലോ, അത് -4i പ്ലസ് 5j എന്നും വെക്ടർ എ എന്ന് പറയുന്നത് 2 - 3j എന്നും വരും. അപ്പോൾ വെക്ടർ ബി എന്ന് പറയുന്നത് -2i പ്ലസ് 2j എന്ന് വരും. ആൻസർ -2, 2. Question number 16. The respective values of magnitude of A and magnitude of B if given vector A minus B dot A vector A plus vector B equal to 5, 1, 2, then magnitude of vector A equal to 3 into magnitude of vector B. A minus B dot A plus B വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് അതെങ്ങനെയാണ്?
അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. അത് 512 എന്ന് വരും. നമുക്ക് തന്നിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് 3 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ആണ്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പോൾ വെക്ടർ എ എന്ത് വരും? 3x എന്ന് വരും. ഇനി ഈ എ സ്ക്വയറിന് പകരം ബി സ്ക്വയറിന് പകരവും വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. 3x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 512, 8x സ്ക്വയർ ഈക്വൽ ടു 512. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 64 വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 8 വരും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് 3 ഇൻറ്റു 8 24. അപ്പോൾ ആൻസർ 24 ആൻഡ് 8. Question number 17. For a linear programming problem, the given objective function z equal to 3x plus 2y is subjected to constraints x plus 2y less than or equal to 10, 3x plus y less than or equal to 50, xy greater than 0. എന്നിട്ട് ഗ്രാഫ് ഉണ്ട് നമുക്ക്. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഫീസിബിൾ റീജിയൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അറിയാലോ, ഇവിടെ എക്സ് പ്ലസ് 2y ലെസ് ദാൻ 0, എക്സിന് വൈക്ക് 0 ഇട്ട് നോക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് വരുന്നത്. അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ ലൈൻ എങ്ങനെയാണ് വരുന്നത്? 0 വരുന്ന പോയിൻ്റായിട്ട് വരും. അതായത് ഈ പോർഷനായിട്ട് വരും, ഇങ്ങോട്ടുള്ള പോർഷനായിട്ട് വരും. 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആവും. അപ്പോൾ 0 ലെസ് ദാൻ ഓർ, രണ്ടിനും എക്സിന് വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് വരും. അപ്പോൾ ഈ ലൈനാണ്, അതും ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ XY ഗ്രേറ്റർ ദാൻ ഓർ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിന്. അപ്പോൾ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുന്ന പോയിന്റ് താണ്ടി ഇതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് AOEC. ദ സം ഓഫ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഓർഡർ 2ഉം ഡിഗ്രി എന്ന് പറയുന്നത് 2ൻ്റെ പവർ എത്രയാണ്? 1. അതാണ് ഡിഗ്രി. അപ്പോൾ 2 + 1 ആൻസർ 3. ക്വസ്റ്റ്യൻ നമ്പർ 19 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർ നമുക്ക് ഒരു LPPയുടെ ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫീസിബിൾ റീജിയൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് z equal to 50x plus 70y has maximum value at 380 B24. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പിന്നെ ദ റീജിയൻ ഈസ് റെപ്രസെൻറ്റിങ് 50x plus less than 3 ഡസ് നോട്ട് ഹാവ് എനി കോമൺ പോയിൻറ്റ് വിത്ത് ദ ഫീസിബിൾ റീജിയൻ. അപ്പോൾ അവർക്ക് കോമൺ ആയിട്ട് ഫീസിബിൾ റീജിയൻ ഇല്ല. അപ്പോൾ അതും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് റീസൺ. അപ്പോൾ ആൻസർ A.